സുഖമാണ് ലക്ഷ്യം, വേറൊരു ലക്ഷ്യമില്ല. പ്രത്യേകിച്ചൊരു സിദ്ധി നേടലൊന്നുമല്ല. ഞാൻ വ്യക്തമായിട്ട് ഒരു സിദ്ധി നേടാൻ പോകുന്നില്ല. അന്ധവിശ്വാസമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു സിദ്ധിയും ലഭിക്കില്ല. ഒരു സിദ്ധി ഉണ്ടാവില്ല. ഈ ശ്രീവിദ്യ ഉപാസന, ഇന്ന് ഉപാസനകൾ ഒരുപാട് ട്രെൻഡിങ് ആയിരിക്കുന്ന കാലഘട്ടമാണ്. ശ്രീവിദ്യ ഉപാസന ഇപ്പുറത്ത് ട്രെൻഡാകുമ്പോൾ അടുത്തടുത്ത് മറ്റൊരു ഉപാസന. ഭാരതീയ സങ്കല്പത്തിൽ രണ്ട് കാര്യമുണ്ട്. ഒരു ഈശ്വരനും ദേവതയും, രണ്ട് കാര്യങ്ങളാണ്. ഇല്ലേ, അതാണ് തന്ത്രം. തന്ത്രം എന്ന് പറയുന്ന ഉപായമാണ്. പ്രപഞ്ച തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യങ്ങളെ വികസിപ്പിക്കാൻ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ച ടെക്നിക്കാണ് തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ദൈവങ്ങൾ? ആരാണ് ദൈവങ്ങൾ എന്നൊരു ചോദ്യം. ഈ 51 അക്ഷരം കൂടാതെ ഇനിയും ശബ്ദങ്ങളുണ്ട്. സംശയം എന്താ? നമ്മൾ കാക്ക കാക്ക എന്ന് പറയല്ലോ. കാക്ക എങ്ങനെ കരയാന്ന് കുട്ടിയോട് ചോദിച്ചു. കുട്ടി എന്താ പറയാ? കാ എന്ന് പറയും അല്ലേ? നമ്മൾ കാക്ക എന്ന് വിളിച്ചാൽ കാക്ക വരുമോ? ഒരു കാക്ക എന്ന് പറയട്ടെ, എത്ര കാക്കകൾ വരും? എന്താ കാരണം? നമ്മൾ പറയുന്ന കായും പക്ഷികൾക്ക് കാക്കയ്ക്ക് ഉണ്ടാകുന്ന കായും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കായുടെയും കായുടെ ഇടയിലുള്ള ഒരു ശബ്ദ തരംഗമാണ്. അപ്പോൾ ഇതിൻ്റെ ശബ്ദപ്രപഞ്ചം എന്ന് പറയാൻ കാരണം ഈ 51 അക്ഷരങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തോട് ധാരാളം ശബ്ദ തരംഗങ്ങളുണ്ട്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, ഉച്ചരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം തന്നെയാണ് പക്ഷികൾ ഉണ്ടാക്കുന്നത്, മൃഗങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ ശബ്ദങ്ങളാണ്. ധാരാളം ശബ്ദങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ഒരു ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ അത് ആ ചീവീടിനറിയാം. ആ ശബ്ദം ഉണ്ടാക്കും മറ്റൊരു ചീവീടിന് വേർതിരിച്ചറിയാൻ കഴിയും. പക്ഷെ മനുഷ്യന് പറയാൻ പറ്റില്ല. അപ്പോൾ ശബ്ദങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. 50 ശബ്ദമല്ല, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പ്രപഞ്ച അടിസ്ഥാന ഘടന ശബ്ദമാണ്. ഓരോ പരമാണുവിൻ്റെ ഉള്ളിലും ശബ്ദമുണ്ട്. ആധുനിക ശബ്ദശാസ്ത്രത്തിനെ പറ്റി പറയുന്നുണ്ട് പോലും. ഞാൻ സയൻസൊന്നും പഠിച്ചില്ല, പക്ഷെ കേൾക്കുന്നുണ്ട്. തരംഗം, ഊർജത്തിൻ്റെ തരംഗത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വേവ് മെക്കാനിക്സൊക്കെ വരുന്നത് അങ്ങനെയാണ്. മനസ്സിലാക്കിയെടുത്തോളം ഈ മന്ത്രോപാസന ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ശക്തി ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ ശക്തി എന്ന് ഉദ്ദേശിക്കുന്ന അമാനുഷിക ശക്തികൾ ഉണ്ടാകുമെന്നാണ് പലപ്പോഴും ഈ സാധന പഠിപ്പിച്ചു കൊടുക്കുന്ന പലരും പറയാറുള്ളത്. ഈ മന്ത്രങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ മന്ത്രങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അത്ഭുത ശക്തികൾ ഉണ്ടാകും, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾ ഉണ്ടാകും എന്ന് പറയും. ഒരത്ഭുത ശക്തി ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അന്ധവിശ്വാസം ആയി പോകുന്നതൊക്കെ. ഒരു പുതിയ ഊർജ്ജം ഉണ്ടാക്കാനും പറ്റില്ല, ഒരു പുതിയ ശക്തി ഉണ്ടാക്കാനും പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് നമ്മുടെ ബോധത്തിൻ്റെ വികാസമാണ് സംഭവിക്കുള്ളൂ. ഏത് മന്ത്രസാധന ചെയ്താലും നമ്മുടെ ബോധത്തിന് വികാസം ഉണ്ടാവും. മനസ്സിലായി? ഇതേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ചൊരു കഴിവ് അതിനോട് സാധ്യത എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാവാം, പക്ഷേ അയാളുടെ ബോധത്തിന് വികാസം ഉണ്ടാവും. അങ്ങ് ഇത്രയും വർഷമായിട്ട് പൂജ അല്ലെങ്കിൽ മന്ത്രസാധന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്, സ്വയം പരിശീലിക്കുന്ന ഒരാളാണ്. അങ്ങയെ സംബന്ധിച്ച് എന്താണ് മന്ത്രം, മന്ത്രസാധന, ഉപാസന? ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ വളരെ പരിമിതമായ ബോധത്തിൽ കുടുങ്ങിയായിരുന്നു. നമ്മൾ എല്ലാ ദുഃഖത്തിനും കാരണം എന്താ? ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതിൽ നിന്ന് വികസിക്കണമെങ്കിൽ ഋഷീശ്വരന്മാർ പറഞ്ഞൊരു പദ്ധതിയുണ്ട്, മന്ത്രസാധന. അത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങൾക്ക് മാറാൻ കഴിയുന്ന പ്രത്യേക സിദ്ധി കൊണ്ടൊന്നുമല്ല. നമ്മൾ ഇവിടെ നിന്നൊരു കാര്യം കാണുന്ന പോലെ കുറച്ച് അപ്പുറത്ത് പോയി കാണാം, കുറച്ച് മുകളിൽ പോയി കാണാം. അപ്പോൾ നമ്മുടെ ബോധത്തിൻ്റെ വികാസത്തിലൂടെ നാം മനസ്സിലാക്കുന്നതും കാണുന്നതും സമീപിക്കുന്ന രീതിയിൽ മാറ്റം വരും. സാധന തുടങ്ങുന്ന സമയത്ത് കാണുന്ന രീതിയല്ല, കുറേ കഴിഞ്ഞാൽ സാധനം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. ഈ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. പ്രശ്നത്തിൽ ഒന്നും സൃഷ്ടിക്കാനും നശിപ്പിക്കാനും നമുക്കാർക്കും കഴിയില്ല. അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ദുഃഖം ഉണ്ടാവും, ദുഃഖം അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ സാധനം നമ്മൾ ദുഃഖത്തെ പുറത്തു വരാൻ കഴിയും. ആ ദുഃഖം നമ്മൾ പുറത്തു വരികയാണ് ചെയ്യുക, ദുഃഖത്തെ നശിപ്പിക്കലല്ല. കാരണം ദുഃഖത്തെ ഒന്നും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ പ്രപഞ്ചത്തിലെ ഒരു ഇച്ഛയെ കൊണ്ട് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്കത് മുന്നോട്ട് പോകാം. നമ്മളെ ബാധിക്കാത്ത രീതി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാഴ്ചപ്പാട് മാറിയാൽ മതി. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്താ സാധനം ചെയ്യുക? അവർ ചെയ്യുന്ന കാഴ്ചപ്പാട് മാറ്റല്ലേ ചെയ്യുക. അതെ,
ഇത് മറ്റൊരാളുടെ സഹായം വേണം. അത് സ്ഥിരമായി നിൽക്കില്ല. സാധനയുള്ള ബോധം വികസിക്കുമ്പോൾ ഇതേ കാഴ്ചപ്പാട് മാറും. നമുക്ക് ഇതേ സംഭവിക്കും. ഇപ്പോൾ ഒരുപാട് ശിഷ്യന്മാർ അങ്ങേടത്തേക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഇവർ 1 വർഷത്തോളം കാലം അങ്ങയുടെ കീഴിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് പഠിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്, പൂജയും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർക്ക് എന്താണ് കൊടുക്കാൻ കഴിയുന്നത്? അവർക്ക് അതുകൊണ്ട് എന്താണ് ഭാവിയിൽ ഗുണമുണ്ട്? അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട്. ഞാൻ ഈ നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ട്, കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നുണ്ട്. അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാറുന്നുണ്ട്, സുഖം അനുഭവിക്കുന്നുണ്ട്. ആത്യന്തികമായിട്ട് നാം ഏത് കാര്യവും അനുവർത്തിക്കുന്ന സുഖം വേണം. ഇതുകൊണ്ട് അവർക്ക് സുഖം കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ പ്രാരബ്ധങ്ങളെല്ലാവരും വരിക. സാധാരണക്കാരൻ ഭയങ്കര പ്രാരബ്ധമാണല്ലോ, ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അതിന് കുറിച്ച് ഉയർന്ന് ഒരു സുഖം ഉണ്ടാകും. ആ സുഖം കിട്ടുന്നതുകൊണ്ട് ഇവരൊക്കെ അനുവർത്തിക്കുന്നത്. സുഖമാണ് ലക്ഷ്യം, വേറൊരു ലക്ഷ്യമില്ല. പ്രത്യേകിച്ചൊരു സിദ്ധി നേടലൊന്നുമല്ല. ഞാൻ വ്യക്തമായിട്ട് ഒരു സിദ്ധി നേടാൻ പോകുന്നില്ല. അന്ധവിശ്വാസമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു സിദ്ധിയും ലഭിക്കില്ല. ഒരു സിദ്ധി ഉണ്ടാവില്ല. കാരണം ഭാരതം അന്ധവിശ്വാസത്തിന് ആളല്ല, മനസ്സിലായല്ലോ. പക്ഷെ അത് കാഴ്ചപ്പാട് മാറും, നിലപാടുകൾ മാറും. പക്ഷെ സിദ്ധിയുള്ള ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരാൾ വരുമ്പോൾ അവരുടെ ഭാവിയും ഭൂതവും വർത്തമാനവും മുഴുവൻ പറയാനും അവർക്കറിയാത്ത രഹസ്യങ്ങൾ പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്കതിനെ പറ്റി ഒരു അഭിപ്രായമില്ല. അവർ കഴിവായിരിക്കാം. ജ്യോത്സ്യന്മാർ പറയില്ലേ, അത് ശാസ്ത്രമാണ്. ജ്യോത്സ്യന്മാർ പറഞ്ഞ ജ്യോതിശാസ്ത്രമുണ്ട്. കാരണം പ്രപഞ്ചത്തെ ഗ്രഹങ്ങളുടെ നിലയ്ക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ബ്രഹ്മാണ്ടത്തിൽ വരുന്ന മാറ്റം നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തുന്ന എന്ന ഒരു സിദ്ധാന്തം അനുസരിച്ചാണ് ജ്യോതിഷം വിജയിക്കുന്നത്. അല്ലാതെ മറ്റേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അയാളുടെ ബോധത്തിൻ്റെ വികാസം കൊണ്ട് അയാൾക്ക് ഈ കാലാതീതമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നവരുണ്ടാകാം. ഞാൻ ഇത് കാര്യം കണ്ടിട്ടില്ല, എനിക്ക് അനുഭവമില്ല കേട്ടല്ലോ. അപ്പോൾ ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും, ആ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് ഭാവി കാലത്തെയും ഭൂതകാലത്തെയും മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാകാം. അവരുടെ ബോധം ചിലപ്പോൾ വികസിച്ചിട്ടുണ്ടാകാം, സാധ്യതയുണ്ട്. പക്ഷെ ഉറപ്പൊന്നും നമുക്കില്ല, അനുഭവമില്ല. അനുഭവമില്ലാത്ത കാര്യം അത് ശരിയാണെന്ന് പറയാൻ സിദ്ധാന്തം കൊണ്ട് അവരെ പറയാൻ നിവൃത്തിയില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ശ്രീവിദ്യ ഉപാസന. ഇന്ന് ഉപാസനകൾ ഒരുപാട് ട്രെൻഡിങ് ആയിരിക്കുന്ന കാലഘട്ടമാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പണവും ലക്ഷങ്ങൾ മുടക്കി പല ഇടങ്ങളിലും പഠിക്കാൻ പോകുന്നുണ്ട്. പല സാധനങ്ങൾ, ഇപ്പോൾ ശ്രീവിദ്യ ഉപാസന ഇപ്പുറത്ത് ട്രെൻഡാകുമ്പോൾ അടുത്തടുത്ത് മറ്റൊരു ഉപാസന. അപ്പോൾ ഇന്ന് ദേവതകളെ അങ്ങനെ ഉപാസനകൾ കാണിച്ചുകൊണ്ട് ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ പണമുണ്ടാകും, ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ ശക്തി ഉണ്ടാകും, ഇങ്ങനെ പറയുന്ന ആളുകളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അവർക്ക് അതിനോട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം എന്താ അറിയോ, അങ്ങനെ പറയുന്ന സമയത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആദ്യം സമൂഹം മനസ്സിലാക്കുക. മനസ്സിലായി? കാരണം പണം കിട്ടുമായിരിക്കാം, കിട്ടുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് അന്ധവിശ്വാസമാണ്. ഒരിക്കലും യഥാർത്ഥത്തിൽ ശ്രീവിദ്യ പോലും അതിനുള്ളതല്ല. ശ്രീവിദ്യ പോലും ആ തന്നെ പണം കിട്ടാനുള്ള ഒന്നുമല്ല. പണ്ട് രാമകൃഷ്ണ പരമഹംസരുടെ കഥ പറഞ്ഞവർ ഓർമ്മിക്കുന്നത്. രാമകൃഷ്ണ പരമഹംസരുടെ ഒരു സിദ്ധൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സിദ്ധി കൊണ്ട് ഈ ഗംഗാനദി നടന്ന് ഇങ്ങോട്ട് വന്നു, തോണിയിൽ കയറാതെ വന്നു പറഞ്ഞു. ആ കഥ അറിയില്ലേ? ഇല്ല, കേട്ടില്ല. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ ആശ്രമത്തിലിരിക്കുകയാണ്. ഒരു സിദ്ധൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വന്നു. അദ്ദേഹം നദിയിലൂടെ നടക്കാൻ കഴിയുന്ന ഒരാളാണ്, വെള്ളത്തിൽ നടക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞാൻ മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഈ ഗംഗാനദി നടന്നു വന്നു, നദിയുടെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്നു. പരമഹംസർ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു 2 അണയുടെ പ്രശ്നമാണ്. അന്നത്തെ അണ, കാരണം 2 അണ കൊടുത്താൽ തോണിക്കാരൻ കടത്തും. നിങ്ങൾ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. സിദ്ധിയെ പറ്റി അതാ എനിക്ക് പറയാനുള്ളത്. കാരണം സിദ്ധി നേടിയിട്ട് അധ്വാനിച്ചാൽ കാശുണ്ടാവും. കാശുണ്ടാകാൻ അധ്വാനിക്കണം, മനസ്സിലായല്ലോ. സിദ്ധി കൊണ്ട് നേടേണ്ട കാശ് സിദ്ധി കൊണ്ട് നേടേണ്ടതേ അല്ല. തൻ്റെ കഴിവ് വർദ്ധിക്കും, കാഴ്ചപ്പാട് മാറും. ഇപ്പോൾ കഴിവ് വർദ്ധിച്ചാൽ സമ്പത്തോ വിദ്യാഭ്യാസം എന്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും, ഇല്ലേ? പരിശ്രമം ചെയ്യുക ഏതിനെയും കരത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളം നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചത് ഈശൻ. ഒരു മനുഷ്യൻ എന്ത് നേടിയെടുക്കാൻ കഴിയും, മനസ്സിലായല്ലോ. അതിനെന്ത് തടസ്സമൊന്നും ചിലപ്പോൾ ആ തടസ്സം മാറി മുൻപോട്ട് പോകാൻ ഇത് സഹായിക്കും, സാധന സഹായിക്കും കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. അയാൾക്ക് വേണ്ട പോലെ പ്രവർത്തിച്ചാൽ സമ്പത്തുണ്ടാകും, വേണ്ട പോലെ ശ്രമിച്ചാൽ വിദ്യാഭ്യാസം കിട്ടും,
വേണ്ട പോലെ ചികിത്സിച്ചാൽ രോഗം മാറും. മന്ത്രം കൊണ്ട് മാത്രം രോഗം മാറുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മണി മന്ത്ര ഔഷധങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രോഗം മാറുള്ളൂ എന്ന് വ്യക്തമായിട്ട് ആയുർവേദം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ മാത്രം അർത്ഥമാണ്. പണം ഉണ്ടാക്കാം, അത് പറയുന്നതിന് പണം ഉണ്ടാക്കാം. അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആരാണ് ദൈവങ്ങൾ? ആരാണ് ദൈവങ്ങൾ എന്നൊരു ചോദ്യം. ഇന്ന് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ക്ഷേത്രങ്ങളാണ് പലപ്പോഴും ഉള്ളത്. ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹാരം ലഭിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ദേവതകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ ദൈവങ്ങൾ എന്നൊരു ചോദ്യം. ഇപ്പം ഞാൻ നേരത്തെ കാര്യം പറഞ്ഞു, ഋഷീശ്വരന്മാർ ഏതൊക്കെ ശബ്ദങ്ങൾ ചേർത്ത് വെച്ചാൽ ഇന്ന പല ഗുണങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? അപ്പം ആ ഗുണമുണ്ടല്ലോ, ആ ഗുണത്തെയാണ് ദേവതയായിട്ട് ആരാധിക്കുന്നത്. ഉദാഹരണമായിട്ട് ഭാരതീയ സങ്കല്പത്തിൽ 2 കാര്യമുണ്ട്. ഒരു ഈശ്വരനും ദേവതയും 2 കാര്യങ്ങളാണ്. ലോകത്തിലെ മറ്റ് സംസ്കാരങ്ങളിലൊന്നും ഈശ്വര സങ്കല്പമില്ല. ഭാരതത്തിന് മാത്രമുള്ളതാണ് ഈശ്വര സങ്കല്പം. ദേവതാ സങ്കല്പം എല്ലാവർക്കും ഉണ്ട്. സ്വർഗത്തിലിരിക്കുന്ന ദേവത, അവർ ദൈവം എന്നേ പറയുള്ളൂ. അവരുടെ ദൈവം അവിടെ സ്വർഗത്തിലിരിക്കുന്നു അല്ലേ? ഈ ദൈവം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. കാരണം പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ശുദ്ധ ചൈതന്യത്തെയാണ് ഈശ്വര ചൈതന്യം എന്ന് സാധാരണക്കാർ പറയുന്നത്. ആ ഈശ്വരനെ പരിണമിച്ച പ്രപഞ്ചം ഉണ്ടായത്. സ്ഫോടത്തെ തുടങ്ങാതെ പരിണമിച്ച പ്രപഞ്ചം ഉണ്ടാകും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഗുണങ്ങളും എവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്? ഈശ്വരൻ. കാരണം ഈശ്വര ചൈതന്യം പരിണമിച്ചാൽ പ്രപഞ്ചം ഉണ്ടായത്. ഒരു വെള്ളം അടുപ്പത്ത് വെച്ചു, അടിയിൽ തീയൊക്കെ പിടിപ്പിച്ചു, കുറച്ച് തീയൊക്കെ ചൂട് പിടിപ്പിച്ചാൽ നീരാവിയാവും. ആ നീരാവി എന്താ ഉള്ളത്? വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? കാരണം നീരാവി, വെള്ളം സ്വയം പരിണമിച്ച് നീരാവി ആയതാണ്. കുറച്ച് വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു, തണുക്കും, മഞ്ഞുകട്ടയായി മാറും. അതിനകത്ത് എന്താ ഉള്ളത്? വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പം വെള്ളം സ്വയം പരിണമിച്ച് നീരാവിയായാൽ, അല്ലെങ്കിൽ വെള്ളം സ്വയം പരിണമിച്ച് മഞ്ഞുകട്ടയായാൽ, ആ രണ്ടിലും വെള്ളം മാത്രമേ ഉള്ളൂ. ആ ശുദ്ധമായ ഈശ്വര ചൈതന്യം സാന്ദ്രീകൃതമായിട്ട് ഘനീഭൂതമായിട്ട് പ്രപഞ്ചമായി പരിണമിച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ ഗുണങ്ങളും എവിടുന്ന് വന്നതാണ്? ഈശ്വരൻ വന്നതാണ്. അപ്പം ഈശ്വരൻ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അപ്പം ഈശ്വരനെ ഗുണാതീതനാണെന്ന് പറയും. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ രൂപങ്ങളും ഈശ്വരൻ്റെയാണ്. അതുകൊണ്ട് ഈശ്വരൻ രൂപാതീതനാണ്. പ്രപഞ്ച എല്ലാ ശബ്ദവും ഈശ്വരൻ, അവിടെ ഈശ്വരൻ നാമാതീതനാണ്. പക്ഷെ ദേവതകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു മനുഷ്യന് വിദ്യാഭ്യാസം വേണം. കൊച്ചുകുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ കൊച്ചുകുട്ടിയോട് നമ്മൾ എന്താ പറയുക? സരസ്വതി ഉപാസിക്കും. അപ്പോൾ അതിന് മന്ത്രമുണ്ട്, സരസ്വതിക്ക് രൂപമുണ്ട്. ഈശ്വരൻ്റെ രൂപമുണ്ടോ? രൂപമില്ല. ഈശ്വരൻ്റെ രൂപമൊന്നുമില്ല. ദേവതയ്ക്ക് രൂപമുണ്ട്. ദേവത ഉപാസിക്കുന്ന മന്ത്രമുണ്ട്. അങ്ങനെ ചെയ്താൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കഴിവും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. കാരണം ബ്രഹ്മാണ്ടത്തിന് തുല്യമാണ് പിണ്ടാണ്ടം. ബ്രഹ്മാണ്ടം എന്തൊക്കെയാണ് അതേ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്, ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് എന്തോ കാരണങ്ങളുണ്ട്, അയാളുള്ളിൽ വിദ്യാഭ്യാസം വേണ്ട പോലെ വിദ്യാഭ്യാസ സാഹചര്യമോ ചിന്തകളോ ഒന്നുമില്ല. സരസ്വതി ഉപാസനയിലൂടെ അയാളുടെ ഉള്ളിൽ ആ ഗുണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഗുണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ദേവതോപാസനയിലൂടെ. അത് ഈശ്വരോപാസന പദ്ധതിയില്ല. ഈശ്വരോപാസന കൊണ്ട് സമഗ്രമായ വികാസമുണ്ടോ? പക്ഷേ ഒരു കൊച്ചുകുട്ടി തൽക്കാലം ആവശ്യം എന്താ? വിദ്യാഭ്യാസം. അപ്പോൾ ഋഷീശ്വരൻ അതിൻ്റെ എളുപ്പ വഴി പറഞ്ഞു വെച്ചു. ഒരു ടെക്നിക്ക്, ഒരു ഉപായം ഇല്ലേ? അതാണ് തന്ത്രം. തന്ത്രം എന്ന് പറയുന്ന ഉപായമാണ്. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യങ്ങളെ വികസിപ്പിക്കാൻ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ച ടെക്നിക്കാണ് തന്ത്രം എന്ന് പറയുന്നത്. അവിടെ ഈശ്വര ചൈതന്യത്തെയാണോ ഉണർത്തുന്നത്, അതോ ദേവതാ ചൈതന്യത്തെയാണോ ഉണർത്തുന്നത്? ദേവതാ ചൈതന്യം അത് അതിൻ്റെ ഭാഗമാണ്. ഈശ്വരന് വ്യത്യസ്തമായ ദേവതാ ചൈതന്യം ഇല്ല. ഈശ്വരാംശം, ഈശ്വര ചൈതന്യം തന്നെയാണത്. പക്ഷെ അത് മൊത്തം സാധനം വേണ്ട. എനിക്കിവിടെ ഇരിക്കണം, ഇല്ല ട്യൂബ് വേണം, കറണ്ട് വേണം, വെളിച്ചം വേണം, ഇല്ലേ? എനിക്ക് കാറ്റ് വേണം, എനിക്ക് കുറച്ച് തണുത്ത വെള്ളം കുടിക്കണം, ഇതൊക്കെ വേണം. പല ഉപകരണങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത്. അതെ. അതിൻ്റെ ഊർജ്ജം എന്താണ്? വിദ്യുത് ശക്തിയാണ്, കറണ്ടാണ്, ഇല്ലേ?
കറണ്ട് കുറേ കൊണ്ടുവന്നു ഇവിടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ട്രാൻസ്ഫോമർ ഇവിടെ കൊണ്ടുവച്ചാൽ കുറേ കറണ്ട് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഋഷീശ്വരൻ ഓരോ ഉപകരണം കണ്ടുപിടിച്ചു, ഓരോ യന്ത്രം കണ്ടുപിടിച്ചു, ഓരോ ടെക്നിക്ക് കണ്ടുപിടിച്ചു. ആ ടെക്നിക്കാണ് തന്ത്രം എന്ന് പറയുന്നത്. അപ്പം അത് ഒരാൾക്ക് സമ്പത്ത് വേണം. ലക്ഷ്മി ഉപാസിച്ചോളെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയോട് വന്നിട്ടും ഒരു ആഗ്രഹം തരുന്നതല്ല. ഇയാളുടെ ഉള്ളിലുള്ള കഴിവ് വർദ്ധിക്കും. സമ്പത്തുണ്ടാക്കാൻ കാഴ്ചപ്പാട്. അതിന് കുറേ ഗുണങ്ങൾ, സമ്പത്തിന് കുറേ വേണം. കഠിനമായിട്ട് അധ്വാനിക്കണം, സംരക്ഷിക്കാനുള്ളൊരു ബോധം വേണം, ദുർവ്യയം ചെയ്യാൻ പാടില്ല. കുറേ ഗുണങ്ങൾ ചേർന്നാൽ ഒരു ഗുണം ഉണ്ടാവും അല്ലേ? സരസ്വതിയുടെ കയ്യിൽ ജപമാലയുണ്ട്, തപസ് ചെയ്യണം, ഒരു വിഷയത്തിൽ തപസ് ചെയ്യണം. പുസ്തകമുണ്ട്, പ്രപഞ്ചത്തെ ഒരു വിശാലമായി മനസ്സിലാക്കണം. വീണയുണ്ട്, ഒരു താളത്തിലൂടെ കാര്യങ്ങൾ മനസ്സിൽ ജീവിക്കണം. ഇങ്ങനെ കുറേ ഗുണങ്ങൾ ചേർന്നാൽ ഒരു ഗുണമുണ്ടാവും. ആ ദേവതയുടെ ധ്യാനശ്ലോകത്തിലൂടെ അതിൻ്റെ ആയുധങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇന്ന ഗുണങ്ങൾ കൂടെ നേടിയെടുക്കാൻ കഴിയും. ആ നേടിയെടുത്താൽ ഉണ്ടാകുന്ന ഫലമാണ്, ആത്യന്തിക ഫലമാണ് ഈ ഗുണങ്ങൾ. അപ്പോൾ ദേവത ഉപാസനയ്ക്ക് വേണ്ടി ഋഷീശ്വരൻ കൃത്യ ഒരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതി അയാൾക്ക് ആവശ്യമുള്ള ഗുണം കിട്ടും. നമുക്ക് കുറേ ഗുണങ്ങൾ ആവശ്യമുണ്ട്. സമ്പത്ത് വേണം, വിദ്യാഭ്യാസം വേണം, കല്യാണം കഴിയണം. മനസ്സിലായല്ലോ? ഇതൊരാവശ്യമാണ്, നടക്കും. ഇത് സിദ്ധിയൊന്നുമല്ല. അയാളുടെ ഉള്ളിലുള്ള കഴിവ് വർദ്ധിക്കുകയാണ് ചെയ്യും. അപ്പോൾ തൻ്റെ ഉള്ളിൽ കഴിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവതോപാസന. ആ ടെക്നിക്ക് കണ്ടുപിടിച്ച ഋഷീശ്വരന്മാരാണ്. അതാണ് ഋഷീശ്വര ദ്രഷ്ടാവ് എന്ന് പറയുന്നത്. പക്ഷെ എവിടുന്ന് വരുന്ന ചൈതന്യം? നീരാവിയിലെ വെള്ളം പോലെ ശുദ്ധ ചൈതന്യത്തിൽ നിന്നും ശുദ്ധ ചൈതന്യത്തിൽ നിന്ന് കിട്ടും. ആ ശുദ്ധ ചൈതന്യം ഈശ്വരൻ എന്നാണ് സാധാരണക്കാരൻ പറയുന്നത്. അവിടെ ഒരു സംശയം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഈ ശുദ്ധ ചൈതന്യത്തിന് ചിന്തിക്കാനുള്ളൊരു ശേഷി ഉണ്ടാകുമോ എന്നൊരു ഉള്ളൊരു ശേഷി ഉണ്ടാകുമോ എന്ന്. പക്ഷെ അങ്ങനെ കാമയതേ ബഹുസ്യാമ്പ, ഞാൻ ഇച്ഛിക്കുന്നു പല ഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യാഖ്യാനം ഒന്നും പറയാൻ പറ്റില്ല. ആ പരിണാമ പ്രക്രിയ തുടക്കം പറയുന്ന ഞാൻ ഇച്ഛിച്ചു, ആ ശുദ്ധ ചൈതന്യം ആഗ്രഹിച്ചു മാത്രമേ. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ദൈവം ചിന്തിക്കുമോ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഇത്തരത്തിലുള്ള ദൈവം എന്ന് പറയുന്നത് ഗുണങ്ങളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി, ദൈവം ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു മറ്റൊരു തലം എന്ന് പറയുന്നത് കാരണം പറയാം, ഈ അത് നമുക്ക് മനസ്സിലാക്കിയത് നമുക്ക് ഗുണം. അത് ചിന്തിച്ചു, ഈശ്വരൻ ചിന്തിക്കുമോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കാൻ എന്ത് വേണം? ബുദ്ധി വേണം, മസ്തിഷ്കം വേണം, മനസ്സ് വേണം, ഇല്ലേ? എന്തൊക്കെ ആർക്ക് മനസ്സ് അവിടെ തന്നെ ചിന്തിക്കാനോ? പക്ഷേ ഈശ്വരൻ നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ ഇതിനപ്പുറത്താണ് അല്ലേ? ഇതിൻ്റെ മറ്റൊരു തലം വരുന്നത് ഇപ്പോൾ മോശം കാര്യങ്ങൾക്കായിട്ട്, ഇപ്പോൾ ബ്ലാക്ക് മാജിക്, കൂടോത്രം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ മറ്റൊരാൾക്ക് മോശം വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും അവിടെയും ഉപാസിക്കുന്നത് ഒരു ഈശ്വരനെ തന്നെയാണ്.